ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് കറികളുടെ റെസിപ്പി ആയിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ആദ്യം തന്നെ പടവലങ്ങ കറിയാണ് ട്ടോ. ഇതിനായിട്ട് പടവലങ്ങ ചെറുതായി അരിഞ്ഞത്, പിന്നെ പരിപ്പ്, സാമ്പാർ പരിപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 4 വെളുത്തുള്ളി, കുറച്ച് ഉള്ളി, ഒരു 5ഓ 10ഓ എടുക്കാം. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി വലുതായി കട്ട് ചെയ്തത്, കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി, പിന്നെ വെള്ളവും കൂടി ചേർത്ത് 4ഓ 5ഓ വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ആ ഒരു ആവി പുറത്തോട്ട് പോവാതിരിക്കാനാണ് ട്ടോ സ്പൂൺ ഇട്ട് കൊടുത്തത്. പരിപ്പൊക്കെ വേവിക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ആ പടവലങ്ങയും പിന്നെ പരിപ്പെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചെടുക്കാട്ടോ. ഒരുപാട് നേരം ഉടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. വറ്റൽമുളക്, കറിവേപ്പില, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടിയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതൊന്ന് ഈ വറവ് ആ കറിയുടെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അടുത്തതല്ലേ ഉണക്കച്ചെമ്മീൻ. ഞാൻ ഇതുപോലെയാണ് ട്ടോ ചെയ്യാറ്. കുട്ടികൾക്കൊക്കെ ക്ലാസ്സിലൊക്കെ കൊടുത്തു വിടാനായിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ട്ടോ. അപ്പോൾ ഇവിടെ തലയെല്ലാം കളഞ്ഞ്, തലയും വാലും കളഞ്ഞ് കഴുകിയെടുത്തിട്ടുള്ള ആ ഒരു ഉണക്കച്ചെമ്മീൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 പിടി ഉള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ അടിച്ചെടുത്ത ആ ഒരു ഉള്ളിയും കൊഞ്ചും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. പെട്ടെന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സവാളയും ഉള്ളിയും കൊഞ്ചെല്ലാം നല്ലതുപോലെ ഫ്രൈ ആയി വന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ തുടർച്ചയായിട്ടൊന്ന് ഇളക്കി വഴറ്റിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇതാ സവാളയെല്ലാം നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണാണ് ചേർത്തത്. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് 3 മിനിറ്റോളം വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇനി ഉണക്കച്ചെമ്മീൻ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത റെസിപ്പിക്കായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് വെണ്ടയ്ക്കയാണ് ട്ടോ. ഒരു 4 വെണ്ടയ്ക്കയാണ് എടുത്തത്. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. 3 മിനിറ്റോളം ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴന്ന് വരുമ്പം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ആ സെയിം പാനിൽ തന്നെ അല്പം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് ചുവന്ന് വരുമ്പം ഇതിലേക്ക് 3ഓ 4ഓ അല്ലി വെളുത്തുള്ളി, പിന്നെ വറ്റൽമുളക്, ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചെറുതാക്കിയിട്ടില്ല കേട്ടോ. കുറച്ച് നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. വഴന്ന് വരുമ്പോൾ ആ ഒരു കളർ ചേഞ്ചായി വരുമല്ലോ. ആ ഒരു ടൈമിൽ ഇതിലേക്ക് തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ വേണ്ടത് സാമ്പാർ പൗഡറാണ് കേട്ടോ. അത് 1 ടേബിൾ സ്പൂൺ, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കായം, ഇത്രയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പുളിവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു വെണ്ടയ്ക്ക ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കാം. ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് അല്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു എരിവും പുളിയും എല്ലാം ബാലൻസ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അടുത്തത് വറുത്തരച്ചൊരു കറിയാണ് കേട്ടോ. ഇതിനായിട്ട് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂണോളം പെരിഞ്ജീരകവും, വറ്റൽമുളക് 3 എണ്ണം, കുരുമുളക് 1/2 ടീസ്പൂൺ, കുറച്ച് ഉള്ളി,
ഇഞ്ചി ഒരു കഷ്ണം, ഇത്രയും കൂടി ചേർത്ത് ആ ഒരു തേങ്ങ റെഡ് കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് കളർ ചേഞ്ചായി വരുമ്പോൾ നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ, കാരണം വത്തൽമുളകും കുരുമുളകൊക്കെ ചേർത്തതാണ്. പിന്നെ ഗരം മസാല പൗഡറും കൂടിയാണ് കേട്ടോ ചേർത്തത്. എന്നിട്ട് ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മസാല എല്ലാം കരിഞ്ഞു പോകും കേട്ടോ. ഇനി ഇത് തണുത്ത് വരുമ്പോൾ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സെയിം പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു സവാളയാണ് കേട്ടോ. ഒരു സവാള വലുതായിട്ട് അരിഞ്ഞത് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും കൂടി ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു തക്കാളി വലുതായി അരിഞ്ഞത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് അല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി 2 ഉരുളക്കിഴങ്ങാണ് കേട്ടോ ചേർത്തത്. ഉരുളക്കിഴങ്ങിന് പകരം ചേനയോ അല്ലെങ്കിൽ പച്ചക്കായയോ ചേർക്കാവുന്നതാണ്. ഇനി അടച്ചു വെച്ച് ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ദാ ഉരുളക്കിഴങ്ങെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. കറിയെല്ലാം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. അടുത്തത് പച്ചമാങ്ങ കൊണ്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ദാ ഇതിനായിട്ട് മാങ്ങ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ പച്ച മാങ്ങയാണ്. കുറച്ചുകൂടി പഴുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലെ പച്ച മാങ്ങയാണ് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇതാ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പം ഒരു പിടി ഉള്ളി ചെറുതായി അരിഞ്ഞതും, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ വത്തൽമുളകും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ടൈമിൽ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂണോളം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. വെള്ളം തിളച്ച് വരുന്ന ടൈമിൽ ഇതിലേക്ക് ശർക്കരയാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തത്. ആ ഒരു മധുരവും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ആ ഒരു മാങ്ങയുണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ചൊരു 3 മുതൽ 5 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനേക്കാൾ തിക്കാവണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തിളപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഇനി അടുത്തത് ഉള്ളിത്തീയലാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പം ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു സവാളയും കൂടി ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ടൈമിൽ വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ചെറുതായി അരിഞ്ഞതും, ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. 5 മിനിറ്റ് വരെ ഒന്ന് വഴറ്റാവുന്നതാണ്. പെട്ടെന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കളറെല്ലാം ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി എല്ലാം 1/2 ടേബിൾ സ്പൂൺ വീതമാണ് ചെയ്തത്. എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് 3 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉള്ളിത്തീയലും കൂടി റെഡി ആയിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇതിലേക്ക് അല്പം കായത്തിൻ്റെ പൊടിയും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതുപോലെയുള്ള റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും
ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.